നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. പിന്നെ ഫസ്റ്റ് ആർട്ടിക്കിൾ NHRC അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഫേസസ് റിവ്യൂ ഇൻ ജനീവ ദിസ് വീക്ക് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും NHRCയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. NHRC എന്ന് പറയുമ്പോഴേക്കും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ളതിനെയാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ GS 2 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് വളരെ സിമ്പിൾ ആണ്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും എക്സാമിന്റെ വ്യൂ പോയിന്റിൽ ബോത്ത് പ്രിലിംസിനും അതേപോലെ തന്നെ മെയിൻസിന്റെ വ്യൂ പോയിന്റിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ആർട്ടിക്കിൾ ഓവർവ്യൂ ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്നിട്ട് അതിനെ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഒക്കെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടുത്ത സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു വാർത്ത വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇതിന്റെ വാർത്ത ബേസിക് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതായത് ഇപ്പം ഇന്ത്യയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതേപോലെ തന്നെ UN കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കണ്ടുപിടിക്കാനായിട്ടും അത് തടയാനായിട്ടും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇതുപോലുള്ള കൗൺസിൽസ് ഉണ്ട്. ഇവയ്ക്കൊക്കെ തന്നെ റേറ്റിംഗ്സ് പലപ്പോഴും കൊടുക്കാറുണ്ട്. ജസ്റ്റ് ലൈക്ക് നമ്മൾ പറഞ്ഞ കോളേജുകളിൽ യൂണിവേഴ്സിറ്റി നമുക്ക് റേറ്റിംഗ് തരുമല്ലോ, A ഗ്രേഡ്, B ഗ്രേഡ്, അങ്ങനെയുള്ള ഓരോരോ റേറ്റിംഗുകൾ, ഗ്രേഡ് റേറ്റിംഗ്സ് ഒക്കെ നമുക്ക് തരുമല്ലോ. അതുപോലെ തന്നെ UN കീഴിൽ UN റെക്കഗ്നീഷനോട് തന്നെ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ അലയൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ GANHRI എന്ന് ഷോർട്ടിൽ അവിടെ കാണാൻ സാധിക്കും. ഗ്ലോബൽ അലയൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവരാണ് ലോക രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇതുപോലെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസിന് റേറ്റിംഗ്സ് കൊടുക്കുന്നത്. ഓരോ ഗ്രേഡുകളിൽ കൊടുക്കാം. A ഗ്രേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ B ഗ്രേഡ് ആകാം, അങ്ങനെ പല പല ഗ്രേഡുകളായിരിക്കും കൊടുക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ നമ്മുടെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അലോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന A ഗ്രേഡ് ആണ്. അതിപ്പോൾ ഈ വരാൻ പോകുന്ന ദിവസം, അതായത് മെയ് 1 വീണ്ടും ഇതിന്റെ റിവ്യൂ നടക്കുന്നുണ്ട്. ആ റിവ്യൂ നടക്കുമ്പോഴേക്കും ഇന്ത്യയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് A ഗ്രേഡ് തന്നെ തുടരാൻ പറ്റുമോ, അതെയോ B ഗ്രേഡിലേക്ക് ഈ പറഞ്ഞ പോലെ താഴ്ത്തപ്പെടുകയോ എന്നുള്ളൊരു പോയിന്റ് ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. സോ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കേ ഉള്ളൂ ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത്. ഇന്ത്യയുടെ ആ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് എന്താകാം എന്നുള്ളതാണ് ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത്. ഇനി ആ ഹെഡ്ലൈൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. NHRC അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഫേസസ് റിവ്യൂ ഇൻ ജനീവ ദിസ് വീക്ക്. അതായത് മെയ് 1 റിവ്യൂ ബേസിക്കലി വരുന്നത്. അവിടെ ഈ ലാസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നുണ്ട്, ഡിസിഷൻ ഓവർ വെദർ ദ NHRC is given whether the NHRC is given A or B rating will affect its ability to vote at the UN Human Rights Council and some UNGA body. ആ പോയിന്റ് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യം വരും. അതായത് നമുക്കൊരു സംശയം വന്നേക്കാം, എന്താണ് ഈ റേറ്റിംഗ് കൊണ്ട് പ്രത്യേകത എന്താ, ഇപ്പം A ഗ്രേഡ് ആയാലും അല്ലെങ്കിൽ B ഗ്രേഡ് ആയാലും എന്താണ് ഇവയെ ബാധിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രേഡിനനുസരിച്ചാണ് ഇവർക്ക് വോട്ടിങ്ങിനുള്ള പവറും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ആയാലും അല്ലെങ്കിൽ മറ്റ് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ബോഡീസിലൊക്കെ ആണെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങൾ, അതിന്റെ ഷെയറും കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് ഇതുപോലെയുള്ള ആ ഒരു അക്രഡിറ്റേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. A ഗ്രേഡിന്റെ അത്രയും കാണത്തില്ല B ഗ്രേഡിലേക്ക് വരുമ്പോഴേക്കും ആ വോട്ടിംഗ് പവറും കാര്യങ്ങളിലേക്കും. സോ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇതിനകത്തല്ലാതെ ഇത്രയും പറഞ്ഞതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിന് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ്, ആദ്യം തന്നെ എന്താണ് നമ്മുടെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കണം. നമ്മൾ പൊളിറ്റിക്കകത്ത് പഠിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ എയ്തർ ഒന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇത് രണ്ടിനെ സൂചിപ്പിക്കും. നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിളിന്റെ ബാക്കപ്പോട് കൂടി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ആ ബോഡിക്ക് ഈ പറഞ്ഞ കൃത്യമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കപ്പ് കൃത്യമായിട്ട് ഉണ്ടാകുന്ന ബോഡീസിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തയിലുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ആർട്ടിക്കിൾ 324 നമ്പർ ആർട്ടിക്കിൾ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ബാക്കപ്പ് കൊടുത്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. എന്നാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തുതരം ബോഡിയാണ്? ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. കാരണം പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം, ഒരു ആക്ട്, അതിനെയാണ് നമ്മൾ ആക്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആക്ടുകളുടെ ബാക്കപ്പ് ഉള്ള ഓർഗനൈസേഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏത് ആക്ട് ആണ് NHRCയെ സഹായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ NHRC വാസ് എസ്റ്റാബ്ലിഷ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. ആ പോയിന്റ് ഓർത്തിരിക്കണം. NHRC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്തുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗിവൺ പ്രൊട്ടക്ഷൻ അണ്ടർ ദ, അല്ലെങ്കിൽ ഇറ്റ്സ് ഗിവൺ കൺട്രോൾ അതോറിറ്റി അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ആണ്. പിന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എസ്റ്റാബ്ലിഷ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്പെക്സ് ബോഡിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ആരെ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പെക്സ് ബോഡി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം സെൻട്രലിന്റെ കീഴിലുള്ളതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ കീഴിൽ ഓരോ സംസ്ഥാനങ്ങളിൽ എന്തുണ്ടാവും? സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസും ബേസിക്കലി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി അടുത്ത് ഈ മേഖലയിൽ നിന്ന് ചോദ്യം വരാൻ പറ്റുന്നതാണ്, പാരീസ് പ്രിൻസിപ്പിൾസ് ഈസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് വാസ് കണക്റ്റഡ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. പാരീസ് പ്രിൻസിപ്പിളും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. 1991 രൂപീകരിച്ച പാരീസ് പ്രിൻസിപ്പിൾ. കാരണം ഈ 1991 ശരിക്കും പറഞ്ഞാൽ അന്ന് വരെ ഇപ്പം ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ഈ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിക്കുന്ന
നടക്കുന്നത് 1993 ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് ഇങ്ങനൊരു കമ്മീഷനൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു കമ്മീഷൻ രൂപീകരിക്കാൻ കാരണം ഈ 1991 ഇതുപോലെ യുഎന്നിന്റെ ഒക്കെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നൊരു യോഗം കൂടുകയാണ്. ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഈ രാജ്യങ്ങൾ എല്ലാവരും കൂടെ തീരുമാനമെടുക്കുന്നത് നമ്മുടെ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിനെ തടയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപ്പെക്സ് ബോഡി രൂപീകരിക്കണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു പ്രിൻസിപ്പിൾസ് എന്തായിരിക്കണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരെങ്കിലും ഒരു ബോഡി രൂപീകരിക്കുകയാണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ മീൻസ് അതിന്റെ മെമ്പേഴ്സിനൊക്കെ എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കണം, അവർക്ക് എത്ര നാളായിരിക്കണം ടെന്യൂർ കൊടുക്കേണ്ടത്, അവരെ ആരായിരിക്കണം അപ്പോയിന്റ് ചെയ്യേണ്ടത്, റിമൂവ് ചെയ്യേണ്ടത് ആരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ബേസിക്കലി പ്രിൻസിപ്പിൾ ഒരു റെഗുലേഷൻ ഉണ്ടാക്കിയാണ്. അത്തരത്തിലുള്ള റെഗുലേഷനാണ് ഈ പാരീസ് പ്രിൻസിപ്പിൾ വിച്ച് വാസ് ടേക്ക് ഓവർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് 1991. ആ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 1993 രൂപീകരിച്ചതാണ് ഏത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ള ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത പോവാണ് വാട്ട്സ് കോമ്പോസിഷനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകണം. ഇത് പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറാവുന്നതാണ്. പലപ്പോഴും PYQs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ NHRCയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കി ഒരു ചെയർമാൻ ഉണ്ടാവും. NHRC എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ചെയർമാൻ ഉണ്ടാവും. ബേസിക് പറയുവാണെങ്കിൽ ഒരു ചെയർമാനും 5 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ 7 ഡീംഡ് മെമ്പേഴ്സും കൃത്യമായിട്ട് അപ്പം ടോട്ടൽ നോക്കുവാണെങ്കിൽ 5 + 7 12 + 1 13 മെമ്പേഴ്സ് 13 മെമ്പർ ആയിട്ടുള്ള ഒരു ബോഡിയാണ് NHRC. ഇതിനകത്ത് ചെയർമാൻ എന്ന് പറയുമ്പോഴേക്കും ഹി ഓർ ഷീ ഷുഡ് ബി എ പേഴ്സൺ ഹു ഹാവ് ബീൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആയിരിക്കണം. അപ്പം ചെയർമാന്റെ യോഗ്യത ക്വാളിഫിക്കേഷൻ എന്താണ്? ഹി ഓർ ഷീ ഷുഡ് ബി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോടതി ആയിരിക്കണം. ദെൻ 5 മെമ്പേഴ്സ്, ആ പെർമനന്റ് ആയിട്ടുള്ള 5 മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും 1 മെമ്പർ ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കണം. ദെൻ അനദർ മെമ്പർ ഷുഡ് ഹാവ് ബീൻ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കണം. Then 3 members to be appointed from among persons having knowledge of or practical experience in matters related to human rights. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയസമ്പന്നരായിട്ടുള്ള 3 വ്യക്തികളും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ 3 പേരിൽ 1 of the 3 members should be at least ബി എ വുമൺ, ഒരു സ്ത്രീ ഉണ്ടായിരിക്കണം, വുമണും ആയിരിക്കണം എന്നുള്ളൊരു പോയിന്റും ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഡീംഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഇവർ ബേസിക്കലി ഈ 7 പേര് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഓർഗനൈസേഷൻസിന്റെ ചീഫ് ചെയർപേഴ്സൺസോ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണേഴ്സോ ആയിരിക്കും. അത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ടായിരിക്കും, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഉണ്ടായിരിക്കണം, ദെൻ ചീഫ് കമ്മീഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചോദ്യം ഫോർമുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ UPSC ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിനകത്ത് എന്താ പറയാ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ മെമ്പർ അല്ലാത്ത ഓർഗനൈസേഷന്റെ ചെയർമാൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അവിടെ വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു ജസ്റ്റ് ചുമ്മാ പറയുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കണ്ടേക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ ആള് ഇതിനകത്തില്ല, ഈ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്തില്ല. അപ്പൊ അങ്ങനെ വ്യക്തമായിട്ടൊന്ന് മനസ്സിൽ ആ പോയിന്റ് വെച്ചിരിക്കുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാം. ദെൻ അനദർ വൺ ആണ് ഇത് അതിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉടനെ നേരത്തെ പറഞ്ഞിരുന്നു. ഈ പാരീസ് പ്രിൻസിപ്പിൾസിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ആരായിരിക്കണം അപ്പോയിന്റ് ചെയ്യേണ്ടത്, മിനിമം ആരായിരിക്കണം ആളെ അപ്പോയിന്റ് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ഇത് പ്രകാരം ഇന്ത്യയിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്, ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി. പ്രസിഡന്റ് ചുമ്മാതെ പിടിച്ച് അപ്പോയിന്റ് ചെയ്യുമല്ല ഒരാളെ, ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ കമ്മിറ്റിക്കകത്ത് ആരൊക്കെയാണുള്ളത്? പ്രൈം മിനിസ്റ്റർ, ദെൻ സ്പീക്കർ ഓഫ് ലോക്സഭ, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ ആൻഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാജ്യസഭ, ദെൻ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇത്രയും 6 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി എന്നുള്ള കാര്യം ഓർക്കുക. ഇവർ നിർദ്ദേശിക്കുന്നത്, ഇവർ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആളെയാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോയിന്റ്മെന്റും പ്രസിഡന്റ് ആണ്. അതേപോലെ റിമൂവലും ആര് തന്നെയാണ്? പ്രസിഡന്റ് ആണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോയിന്റ്മെന്റ് കാര്യം നമ്മൾ പറഞ്ഞു, പ്രസിഡന്റ് ചുമ്മാതെ ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. എന്നതുപോലെ തന്നെയാണ് റിമൂവലിന്റെ കാര്യത്തിലും വെറുതെ പ്രസിഡന്റ് ഒരാളെ റിമൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓൺ ദ ഗ്രൗണ്ട് ഓഫ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ആഫ്റ്റർ ദി ഇൻക്വയറി ഓഫ് സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ആ ഒരു അന്വേഷണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ തെളിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, ഇയാൾ ഈ എന്താ പറയാ, ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ലാത്ത വ്യക്തിയാണ്, അങ്ങനെ രീതിയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് പ്രസിഡന്റ് ആളെ റിമൂവ് ചെയ്യുന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഇവർക്ക് ടേം അതായത് എത്ര നാൾ ആ ഓഫീസിൽ കണ്ടിന്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷമാണ്, 3 ഇയർ ഓർ ടിൽ ദ ഏജ് ഓഫ് 70 years ഫോർ ബോത്ത് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്. ചെയർമാൻ മെമ്പേഴ്സിനും എല്ലാം 3 വർഷം അല്ലെങ്കിൽ 70 years ആണ്. ഇതിൽ ആദ്യം വരുന്ന ഏതാണോ അതിനനുസരിച്ച് ആള് ഓഫീസിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ, ദെൻ ഇതിന്റെ പവേഴ്സ് ഓഫ് NHRCയും അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെ റിപ്പീറ്റഡ്ലി പലപ്പോഴും പരീക്ഷയ്ക്കായിട്ട് ചോദിച്ചുള്ള കാര്യമാണ്. ഇതിനകത്ത് ചോദ്യം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഒരു ക്രിമിനൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദ പവേഴ്സ് ഓഫ് സിവിൽ കോഡ്. നമ്മുടെ രാജ്യത്തെ കോടതികൾ 2 രീതിയിലാകാമല്ലോ, സിവിൽ കോടതിയാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ കോഡ്സും ആകാം. ഇതിനകത്ത് NHRCക്ക് കൊടുത്തിരിക്കുന്ന അധികാരം ഏത് കോടതിയാണ്? സിവിൽ കോടതികളുടെ ഒരു പവറാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻക്വയറി ഇൻ ടു കംപ്ലൈന്റ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കാനായിട്ട് ഇൻക്വയറി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ NHRCയുടെ അധികാരം എങ്ങനെയാണ്? പവർ ഓഫ് സിവിൽ കോർട്ട് എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ദെൻ
മറ്റേതൊക്കെ ഒരു അധികാരം നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ പവർ ഓഫ് സിവിൽ കോർട്ടിന്റെ ആണെന്നുള്ള കാര്യം പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ദെൻ മറ്റ് ഇവരുടെ പവേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടു റെക്കമെൻഡ് കോമ്പൻസേഷൻ ടു വിക്ടിംസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അന്വേഷിക്കാം. അതോടൊപ്പം അന്വേഷിച്ച് അതിന് വിക്ടിമായ ആൾക്ക് ഈ പറഞ്ഞ പോലെ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ടും ഈ പറഞ്ഞ പോലെ NHRCക്ക് റെക്കമെൻഡ് ചെയ്യാം. ആ പോയിന്റ് ഓർക്കണം, റെക്കമെൻഡ് എന്നുള്ള ഒരു പോയിന്റ്. കാരണം ഇപ്പൊ സർക്കാരിനോട് വേണമെങ്കിൽ ഇത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിക്കാം. അത് നടപ്പാക്കാനായിട്ട് ആർക്ക് പറ്റത്തില്ല? NHRCക്ക് പറ്റത്തില്ല. ഒള്ളി ഇറ്റ് ക്യാൻ റെക്കമെൻഡ് എന്നുള്ള ഒരു പോയിന്റ് മനസ്സിലേക്ക് വെച്ചേക്കണം. ഈ ഇതുപോലുള്ള വാക്കുകൾ വെച്ചിട്ട് UPSCക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. അവിടെ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ അത് ഉത്തരം തെറ്റിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം NHRCക്ക് എന്തിനുള്ള അധികാരമുള്ളൂ? കോമ്പൻസേഷൻ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അത് പിടിച്ചെടുത്ത് വാങ്ങി കൊടുക്കാനായിട്ടുള്ള പവർ ആർക്കില്ല? NHRCക്ക് ഇല്ല. Then it has also the power to approach the Supreme Court or the High Court for the enforcement of human rights. ഹ്യൂമൻ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലോ ഒക്കെ തന്നെ നേരിട്ട് പോകാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? NHRCക്ക് അധികാരമുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ പവർ ടു ടേക്ക് സോ മോട്ടോ കോഗ്നിസ്, അതായത് സ്വമേധയാ നമ്മളിപ്പം കേസ് ഫയൽ ചെയ്യണമെന്നില്ല, എവിടെയെങ്കിലും ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വാർത്തയിലാണെന്ന് കേട്ടെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ പോലും NHRCക്ക് സ്വന്തമായിട്ട് തന്നെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഹാസ് എ സൂ മോട്ടോ പവർ, അതായത് സ്വമേധയാ ഈ പറഞ്ഞ പോലെ കേസ് ഫയൽ ചെയ്യാനായിട്ടും NHRCക്ക് പവർ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ദെൻ ഈ പോയിന്റ് ഇത്ര നമ്മൾ നേരം കണ്ടത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കുക. ഇനി അങ്ങോട്ടേക്കുള്ള രണ്ട് സ്ലൈഡിലുള്ള, അല്ലെങ്കിൽ ഈ സ്ലൈഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് ആണ്. വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ NHRC. അപ്പം NHRC നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോഡിയും കാര്യങ്ങളുണ്ട്, പക്ഷേ അത്രത്തോളം എഫിഷ്യന്റ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ബോഡി. കാരണം ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് നിലവിൽ നമ്മുടെ രാജ്യത്തുണ്ട്. ഒന്നാമത്തേതാണ് ലിമിറ്റഡ് റിസോഴ്സ് ആൻഡ് സ്റ്റാഫ്, അതായത് ഇതിന്റെ പേരിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകളുടെ എണ്ണം. ഇവൻ നമ്മൾ പറഞ്ഞു 13 അംഗ ബോഡി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എല്ലാ സമയത്തും അതിനകത്ത് 13 പേരൊന്നും ഉണ്ടാവത്തില്ല. കാരണം അപ്പോയിന്റ്മെന്റുകൾ വളരെ വിരളമായിട്ടാണ്. മീൻസ് ഈ പറഞ്ഞ പോലെ എല്ലാ ടൈം ടു ടൈം അപ്പോയിന്റ്മെന്റുകളൊന്നും ഇങ്ങോട്ടേക്ക് നടക്കാറില്ല. ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് സ്റ്റാഫ് ആണ് മെയിൻ ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഹെവി വർക്ക് ലോഡ് ആൻഡ് ബാക്ക്ലോഗ് ഓഫ് കേസസ്, അതായത് ഇത്രത്തോളം റിസോഴ്സുകളും കുറവാണ്, സ്റ്റാഫിന്റെ എണ്ണവും കുറവാണ്. അന്നേരം ഇത്തരത്തിൽ വരുന്ന കേസുകളൊക്കെ തന്നെ ബാക്ക്ലോഗ് ആയിട്ട് പെൻഡിങ് ആയിട്ട് ഒരുപാട് കിടക്കാനുള്ള സാധ്യതകളുണ്ട്. ദെൻ മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, റെക്കമെൻഡേഷൻ പവർ മാത്രമേ ഇവർക്കുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ആര് കണക്കിലെടുക്കാറില്ല? ഗവൺമെന്റുകളൊന്നും പലപ്പോഴും കണക്കിലെടുക്കാറില്ല. Then it also has a limited jurisdiction over certain categories of cases. ചില കേസുകൾ, അതായത് ഇപ്പം ഉദാഹരണത്തിന് ഒരു വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന ഒരു ഇൻസിഡന്റ് ആണെന്ന് വിചാരിക്കുക. അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ വെച്ചിട്ട് ഒരു വർഷം മുമ്പ് ഉണ്ടായ ഒരു ഇൻസിഡന്റ് വെച്ചുകൊണ്ട് നമുക്ക് എവിടെ പോയി കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല? NHRCയിൽ പോയി കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഓൾഡർ ദാൻ 1 ഇയർ കേസുകൾ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, കനോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ആണ്. ദെൻ കേസസ് ദാറ്റ് ആർ അനോണിമസ്, വ്യക്തതയൊന്നുമില്ല ആരാ കംപ്ലൈന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കെതിരാണ്, അങ്ങനെ അനോണിമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേഗ് ആയിട്ടുള്ള ഫ്രിവിയസ് ആയിട്ടുള്ള കേസുകളൊന്നും തന്നെ അന്വേഷിക്കാൻ ആർക്ക് അധികാരമില്ല? നമ്മുടെ NHRCക്ക് അധികാരമില്ല എന്നുള്ളൊരു പോയിന്റ് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് NHRC ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കാനായിട്ടുള്ളത്. സോ ഇത്രയാണ് ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന് വിഭവത്തിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ഇത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഒരു ആർട്ടിക്കിളാണ്. ടൈഗറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. 3 ടൈഗേഴ്സ് സ്പോട്ടഡ് അറ്റ് മൂന്നാർ പ്ലാന്റേഷൻ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. ടൈഗറായിട്ട് ബന്ധപ്പെട്ട് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റിന്റെ റിലേറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു നോക്കേണ്ട ടോപ്പിക് ടൈഗർ ആണ്. കാരണം നിങ്ങളുടെ UPSCയുടെ PYQs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻവയോൺമെന്റിൽ നിന്നും സ്ഥിരം നമുക്ക് മിക്ക വർഷങ്ങളിലും UPSC ചോദിക്കുന്ന 2 ആനിമൽ സ്പീഷീസ് ആണ്. ഒന്ന് ഈ പറഞ്ഞ ടൈഗറും, 2 എലഫന്റും. ഇത് മിക്കപ്പോഴും തന്നെ നമുക്ക് വാർത്തയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്ത് രീതിയിൽ വാർത്ത വന്നാലും നമുക്ക് ഈ പറഞ്ഞ കോമൺ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സ്ലൈഡിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ടൈഗേഴ്സിനെ കുറിച്ച് വന്നിരിക്കുന്ന കാരണം ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ എൻ്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈഗറുമായിട്ട് എക്സാമിന് വ്യൂപോയിന്റിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ എടുക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പം വരാൻ പോകുന്ന പ്രിലിംസിനാണെങ്കിലും നമ്മൾ ടൈഗർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ലോഞ്ച് ചെയ്തൊരു പദ്ധതിയായിരുന്നു പ്രൊജക്ട് ടൈഗർ. ഓക്കെ, പ്രൊജക്ട് ടൈഗറിന്റെ ബേസിക്കലി 50th ഇയർ ഓഫ് ആനിവേഴ്സറി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാരണം വേണമെങ്കിൽ ആ പ്രൊജക്ട് ടൈഗർ അല്ലെങ്കിൽ ടൈഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ UPSCക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ വളരെയധികം പോസിബിലിറ്റി ആണ്. ഈ പിക്ചറിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്ന ടൈഗർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നാഷണൽ ആനിമൽ കൂടിയായ റോയൽ ബംഗാൾ ടൈഗർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ബേസിക്കലി പറഞ്ഞ പോലെ ഇതിന്റെ ഹാബിറ്റാറ്റും കാര്യങ്ങളും പറയുവാണെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ, എവർഗ്രീൻ ഫോറസ്റ്റുകൾ, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, മാംഗ്രൂവ് സ്വാംസ്, ഗ്രാസ് ലാൻഡ്, സാവനസ് തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ടൈഗേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ടൈഗർ പോപ്പുലേഷൻ ഇന്ത്യയിൽ മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ദേ ആർ ബേസിക്കലി ഫൗണ്ട് ഇൻ 13 ടൈഗർ റേഞ്ച് കൺട്രീസ് ഉണ്ട്. ഇന്ത്യ, അടുത്ത് കിടക്കുന്ന നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, റഷ്യ, ചൈന, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ, ലാവോസ് ആൻഡ് വിയറ്റ്നാം തുടങ്ങിയ 13 രാജ്യങ്ങളിലായിട്ടാണ് ടൈഗേഴ്സിനെ
സ്റ്റാറ്റസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രകാരം ടൈഗറിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവ എൻഡേഞ്ചർഡ് ലിസ്റ്റിനകത്താണ് കിടക്കുന്നത്, എൻഡേഞ്ചർഡ് കാറ്റഗറിയാണ്. എന്നാൽ കംബോഡിയയിലും ലാവോസിലും വിയറ്റ്നാമിലും ഇറ്റ് ഹാസ് ഗോൺ എക്സ്റ്റിൻക്ട്. അവിടെ ഇപ്പോൾ റീസെന്റ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഈ മറ്റ് 13 ഈ കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാണ്, എൻഡേഞ്ചർഡ് ആണ്. സൈറ്റ്സിനകത്ത്, അതായത് ട്രേഡിംഗ് ഓഫ് ഇത്തരത്തിലുള്ള ആനിമൽസിന്റെ ട്രേഡിംഗ് ആണ് ഈ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ. അതിനകത്ത് അപ്പൻഡിക്സ് 1 ടൈഗറിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ പറഞ്ഞ പ്രൊജക്ട് ടൈഗറിന്റെ, അതായത് ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ലോഞ്ച് ചെയ്തതാണ് പ്രൊജക്ട് ടൈഗർ. 1973 ലോഞ്ച് ചെയ്ത് പറയുമ്പോൾ 2023 ആയപ്പോഴേക്കും, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 50th ഇയർ ഓഫ് പ്രൊജക്ട് ടൈഗർ ആണ്. സോ ഇത് ബേസിക്കലി എന്തുതരം സ്കീമായിരുന്നു? ഒരു സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞാണ് 100% ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ അതൊരു സെൻട്രൽ സെക്ടർ സ്കീം ആയിരിക്കും. സെൻട്രലിനെയും സ്റ്റേറ്റിന്റെയും ഫണ്ടിങ് പാറ്റേൺ അവിടെ വരുവാണെങ്കിൽ അത്തരത്തിലുള്ള സ്കീമാണ് സെൻട്രലി സ്പോൺസർഡ് സ്കീം. ഇത് ലോഞ്ച് ചെയ്ത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 73 ലോഞ്ച് ചെയ്തു. അണ്ടർ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് ഇതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യം ഓർക്കണം. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിന്റെ കാരണം. കാരണം ഈ ഒരു ബോഡി 2005 രൂപീകരിച്ചത് അണ്ടർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഒരു ആക്ടിന്റെ പിൻബലമുള്ള ബോഡീസിനാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് വിളിക്കുന്ന കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈഗർ റിസർവ്സിന്റെയും പ്രൊജക്ട് ടൈഗർ ഒക്കെ തന്നെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും നമ്മൾ 2005 കൊണ്ടുവന്ന ബോഡിയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. സോ ആ പോയിന്റുകളും കൂടെ ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പം വളരെയധികം റീസെന്റ് ആയിട്ട് വാർത്തയിൽ ഉണ്ടായിരുന്നതാണ്. ഈ കഴിഞ്ഞ മാർച്ച് മാസം വാർത്തയിൽ ഉണ്ടായിരുന്നതാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. നമ്മൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബേസിക്കലി പ്ലാൻ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണ്. അതായത് ടൈഗർ കൺസർവേഷൻ, ടൈഗർ മാത്രമല്ല ബിഗ് കാറ്റ്സിന്റെ കൺസർവേഷൻ. ബിഗ് കാറ്റ്സ് പറയുമ്പോഴേക്കും 7 പ്രധാനപ്പെട്ട ആനിമൽ സ്പീഷീസ് ആണ് അതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിഗ് കാറ്റ്, 7 മേജർ ബിഗ് കാറ്റ്സ്. ഏതൊക്കെയാണ്? ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, പ്യൂമ, ജാഗ്വർ ആൻഡ് ചീറ്റ. ഈ 7 കാറ്റഗറിയിലുള്ള ബിഗ് കാറ്റ്സിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. അത് എവിടെയാണ് ഇപ്പോൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരാൻ പോകുന്നത്? ഇന്ത്യയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഇവിടുന്ന് ചോദിക്കാൻ സാധിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് സ്പീഷീസ് വന്നിട്ട് ഇതിനകത്ത് ബിഗ് കാറ്റ്സ് അല്ലാത്ത സ്പീഷി ഏതാണെന്ന് ചോദിക്കാം. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിലാണോ, അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിന്റെ പേര് എന്നിട്ട് അവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞു ചോദിക്കാം. അവിടെ ഒന്നുമല്ല, ഇന്ത്യയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്തും പ്രിലിംസ് ഓറിയന്റഡ് ടോപ്പിക് തന്നെയാണ്. പാലസ് ടു അൺവീൽ ട്രൂ കോപ്പി ഓഫ് രവി വർമാസ് ഇന്ദുലേഖ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കേരളവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും രാജാ രവിവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ 176th ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കിളിമാനൂർ കൊട്ടാരം ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിന്റെ ഒറിജിനൽ ട്രൂ കോപ്പി പറഞ്ഞ പോലെ അൺവീൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കും. ഇതിനകത്ത് അൺവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ദുലേഖ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇന്ദുലേഖ പെയിന്റിങ്സ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ഈ ഒരു ടോപ്പിക് വരുന്നത്. സോ ഇതിനകത്ത് രവിവർമ്മയെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. രാജാ രവിവർമ്മ, ഹി വാസ് എൻ ഇന്ത്യൻ പെയിന്റർ ആൻഡ് എൻ ആർട്ടിസ്റ്റ്, കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പെയിന്റേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആർട്ട്. ഇന്ത്യൻ ആർട്ടിനകത്ത് ഏറ്റവും ഒരു വലിയൊരു സ്ഥാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് രാജാ രവിവർമ്മ. ഇദ്ദേഹത്തിന്റെ പെയിന്റിങ്സിന്റെ ഒരു തീം ബേസിക്കലി അറിഞ്ഞിരിക്കുന്നതായിരിക്കും. ഏതൊക്കെയാണ് ഇതിന്റെ മെയിൻ തീമുകൾ എന്ന് പറയുന്നത്? ഇറ്റ് വാസ് മോസ്റ്റ്ലി റിവോൾവ് അറൌണ്ട് പുരാണാസ്. പുരാണത്തിനെ അടിസ്ഥാനമാക്കിയുള്ള തീമുകളാണ് പലപ്പോഴും രാജാ രവിവർമ്മ പെയിന്റിങ്സിനായിട്ട് എടുത്തിരുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ എപ്പിക്സ് ആയ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ ഇദ്ദേഹം എടുത്തിരുന്നു. ദെൻ ഇദ്ദേഹം ചെയ്ത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ അക്കാഡമിക് ആർട്ടിനെയും ഇന്ത്യൻ ട്രഡീഷനും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡിങ് ആണ് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിൽ നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഒരു അത്രത്തോളം പോപ്പുലർ വരാനായിട്ടുള്ള കാരണം തന്നെയാണ്. ഇന്ത്യൻ ട്രഡീഷൻ മാത്രമല്ല, യൂറോപ്യൻ അക്കാഡമിക് ആർട്ടും കൂടെ ഒരു ബ്ലെൻഡ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പോപ്പുലർ ആകാനായിട്ടും കാരണം അത് തന്നെയായിരുന്നു. ദെൻ അദ്ദേഹം ഹിസ് പോർട്രയൽ ഓഫ് ഹിന്ദു ഗോഡ്സ് ആൻഡ് ഗോഡസസ് വെൻ ടു ബിക്കം വർഷിപ്പ് മെറ്റീരിയൽ ഫോർ മെനി പീപ്പിൾ ബിലോങ് ടു ലോവർ കാസ്റ്റ്. ലോവർ കാസ്റ്റിലുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ഐഡൽ വർഷിപ്പിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ പെയിന്റിങ്സ്, ഹിന്ദു ഗോഡ്സ് ആൻഡ് ഗോഡസസിന്റെ പെയിന്റിങ്സ് വരെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദെൻ വൈസ്രോയ് ലോർഡ് കർസൺ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ കണക്കാക്കിക്കൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഓണർ ആയിരുന്ന കേസറായി ഹിന്ദ്, ഈ പറഞ്ഞ പോലെ കേസറായി ഹിന്ദ് ഗോൾഡ് മെഡൽ ഈ പറഞ്ഞ പോലെ രാജാ രവിവർമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള ഒരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ദെൻ ഇദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് നോക്കുവാണെങ്കിൽ അതിന്റെയൊക്കെ തീമുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരച്ച പെയിന്റിങ്സ് ഒക്കെ തന്നെ 3 കാറ്റഗറിയിലായിട്ടാണ് അറിയപ്പെടുന്നത്. പോർട്രേറ്റുകളാകാം, അല്ലെങ്കിൽ പോർട്രേറ്റ് ബേസ്ഡ് കോമ്പോസിഷൻസ്, ദെൻ തിയററ്റിക്കൽ കോമ്പോസിഷൻ. ഈ 3 രീതിയിലായിരുന്നു അദ്ദേഹം വരച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പെയിന്റിങ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫേമസ് ആയിരുന്ന ഈ 3ാമത്തെ കാറ്റഗറിയായ തിയററ്റിക്കൽ കോമ്പോസിഷനിലായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം.
പത്രമുള്ള ഒരു ചെറിയൊരു ആർട്ടിക്കിളാണ്, പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളാണ്, മെയിൻ എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ്. മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിൾ തന്നെയാണ്. ഇനിക്വാളിറ്റി ക്യാൻ നോ ലോങ്ങർ ബി ഇഗ്നോർഡ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ബേസിക്കലി ഇതിന് മുമ്പത്തെ ദിവസങ്ങളിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിനു മുമ്പത്തെ DNA ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആർട്ടിക്കിളിന്റെ വേറൊരു വ്യൂ പോയിന്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഇനിക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആ ഒരു ബ്രിട്ടീഷ് രാജ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ആ റിപ്പോർട്ടാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ബട്ട് ഇതിനകത്ത് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിട്ട കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, അതായിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇനിക്വാളിറ്റി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇനിക്വാളിറ്റി രണ്ട് രീതിയിലാകാം. വെൽത്തിന്റെ പേരിലുള്ള ഇനിക്വാളിറ്റി ഉണ്ട്, ഇൻകം ഇനിക്വാളിറ്റി ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇപ്പം പ്രശ്നമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇൻകത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നം വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്കോർഡിംഗ് ടു വേൾഡ് ഇനിക്വാളിറ്റി റിപ്പോർട്ട് 2022 നോക്കുവാണെങ്കിൽ ഇന്ത്യ എമംഗ് ദ മോസ്റ്റ് അൺഈക്വൽ കൺട്രീസ് ഇൻ ദ വേൾഡ്. ഇൻകത്തിന്റെ കാര്യത്തിൽ അൺഈക്വൽ ഏറ്റവും കൂടുതലുള്ള രാജ്യമായിട്ട് ഇപ്പോൾ ഇന്ത്യ മാറിയിരിക്കുകയാണ്. വിത്ത് ടോപ്പ് 10% ആൻഡ് ദ ടോപ്പ് 1% ഓഫ് പോപ്പുലേഷൻ ഹോൾഡിംഗ് 57% 22% ഓഫ് ടോട്ടൽ നാഷണൽ ഇൻകം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം നാഷണൽ ഇൻകം വരുമാനത്തിന്റെ 57% ആരുടെ കൈ മാത്രമാണ്? ഇവിടുത്തെ പോപ്പുലേഷന്റെ 10%. എന്നാൽ പോപ്പുലേഷന്റെ 1% ടോപ്പ് സിറ്റിസൺസിന്റെ കൈകളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 22% നിലകൊള്ളുന്നത്. ബാക്കി ഈ പറഞ്ഞ പോലെ പോപ്പുലേഷന്റെ 50% ആൾക്കാരുടെയും വെൽത്ത് എത്ര മാത്രമേ ഉള്ളൂ? 13% മാത്രമേ അവരുടെ ഇൻകം ഉള്ളൂ. വെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ ടാക്സിന്റെ കാര്യം, ടാക്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഡയറക്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. ഇതിനകത്ത് ഇൻഡയറക്ട് ടാക്സ് ആണ് കുറച്ചുകൂടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഇൻഡയറക്ട് ടാക്സ് എല്ലാ വ്യക്തികളുടെ മുകളിൽ ഒരുപോലെ ടാക്സ് വരുന്ന കാരണം അതിന്മേലുള്ള ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരായിരിക്കും പാവപ്പെട്ട ജനങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവിടെ അറിയാം ടാക്സ് ഓൺ പൂർ എന്ന് പറയുമ്പോഴേക്കും അപ്രോക്സിമേറ്റ്ലി 64% of total goods and service tax in the country came from bottom 50% of population. നമ്മുടെ രാജ്യത്ത് GST-യിൽ നിന്ന് കിട്ടുന്ന 64% വരുമാനത്തിന്റെ 50% വരുന്ന എവിടുന്നാണ്? ബോട്ടം പോർഷൻ പോപ്പുലേഷന്റെ കയ്യിൽ നിന്നാണ്. ബാക്കി ഈ പറഞ്ഞ പോലെ ടോപ്പ് 10% ആകെ വരുന്നതാണ് only 4% came from the top 10%. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഈ ടാക്സുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരിന്മേൽ നിന്നാണ് പറയുന്നത്? പൂർ സിറ്റിസൺസിന്റെ മേലാണ്. ഇനി ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെൽത്തിന്റെയും ഇൻകത്തിന്റെ കാര്യത്തിൽ അൺഇക്വാലിറ്റി വരുമ്പോഴേക്കും ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് പലപ്പോഴും പല വ്യക്തികൾക്കും ഒരു ലക്ഷറി ആയിട്ട് മാറുന്നത്. അതായത് ബേസിക് ഹെൽത്ത് കെയർ പോലും ആവശ്യം ഈ പറഞ്ഞ പോലെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്തെ പല ആളുകൾക്കും സാധിക്കാതെ പോകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കാണ് നമുക്ക് സേവിങ്സ് കുറയും, സാധാരണ ജനങ്ങളുടെ സേവിങ്സ് കുറയും, അവർ നല്ല ആഹാരങ്ങൾ വാങ്ങി കഴിക്കുന്ന കുറയും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിനെ വരെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ ദ വേൾഡ് 2023 റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരുന്നത്. അറൌണ്ട് 74% of India's population could not afford a healthy diet and 39% fell short of nutrient adequate one. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്, ഇത്തരത്തിൽ ഇനിക്വാളിറ്റി വരുമ്പോഴേക്കും നല്ല ആഹാരങ്ങൾ വാങ്ങി കഴിക്കാനായിട്ടോ നല്ല എഡ്യൂക്കേഷൻ കിട്ടാനായിട്ടോ ഒന്നും തന്നെ രാജ്യത്തെ കുട്ടികൾക്ക് സാധിക്കാതെ വന്നേക്കാം. സോ ജെൻഡർ ഇനിക്വാളിറ്റി വരാനായിട്ടുള്ള സാധ്യതകളും ഈ കാര്യത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള ഇനിക്വാളിറ്റീസ് വരുമ്പോഴേക്കും അത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളാണ്, വുമൺ ആണെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ദെൻ അക്കോർഡിംഗ് ടു ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ട് നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഇനിക്വാളിറ്റി കൂടുമ്പോഴേക്കും വരുമാനം കുറയുന്നു, വരുമാനം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എങ്ങനെ നമ്മൾ നല്ല ആഹാരങ്ങളൊക്കെ തന്നെ വാങ്ങി കഴിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ താഴേക്ക് പോകും. ഓക്കെ, ദെൻ ഇതിനെയൊക്കെ നേരിടാനായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാകാം ഇങ്ങനെയുള്ള ഹൈ കേസ് ഓഫ് ഇൻഇക്വാളിറ്റി ഇന്ത്യയിൽ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽത്ത് അക്യുമുലേഷൻ ആണ്. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ഗവൺമെന്റ് ഓരോരോ പോളിസീസ് നിർമ്മിക്കേണ്ടത്. സോ എന്ത് കാരണത്താണെന്ന് ചോദിച്ചാൽ വെൽത്ത് അക്യുമുലേഷൻ, വെൽത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും ഹിയർ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് നോക്കുവാണെങ്കിൽ ഒൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് യു ആണ്. ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ വരുമാനവും വെൽത്തും ഒക്കെ തന്നെ കോൺസെൻട്രേറ്റ് ആയിട്ട് വെക്കുന്നത്. നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് കണക്കുകൾ കണ്ടാണ് അതിന്റെ. ദെൻ ഇൻഎഡിക്വേറ്റ് ലാൻഡ് റിഫോംസ്, അതായത് നമുക്കിവിടെ ലാൻഡ് റിഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ടും ഈ പറഞ്ഞ എൻഫോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ലാൻഡ് റിഫോംസ് പ്രകാരം ഈ പറഞ്ഞ ഒരു വ്യക്തിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഭൂമിയുടെ അളവിന് ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ട്, ഓരോ സംസ്ഥാനങ്ങൾ അനുസരിച്ച് മാറാം. പക്ഷേ അത് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും കൈകളിൽ ഉള്ളത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആരെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കാനായിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഏജൻസീസോ കാര്യങ്ങളോ ഇല്ല. ദെൻ ക്രോണിക് ക്യാപിറ്റലിസം, കറപ്റ്റ് പ്രാക്ടീസ്. എന്താണ് ക്രോണിക് ക്യാപിറ്റലിസം ചോദിച്ചു കഴിഞ്ഞാൽ കറപ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഫേവറിറ്റിസം ക്യാൻ റിസൾട്ട് ഇൻ വെൽത്ത് അക്യുമുലേഷൻ അമംഗ് എ സെലക്ടഡ് ഗ്രൂപ്പ്. അതായത് സർക്കാരിന്റെ ഓരോരോ പോളിസികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നയപരമായിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ആളുകൾക്ക് ഫേവർ ചെയ്ത് വെക്കുമ്പോഴേക്കും അവരിലേക്ക് കൂടുതൽ
സമ്പാദ്യം വെൽത്ത് ചെല്ലാനായിട്ടുള്ള സാധ്യത ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും അവർക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ സർക്കാരിന്റെ പോളിസീസ് ആണെങ്കിലും സ്ക്രൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് ഗെയിൻസ് ആണ്. അത് കുറച്ച് വ്യക്തികളിലേക്ക് മാത്രം അതിന്റെ ഗെയിൻസ് എത്തുന്നു. റിഗ്രസീവ് ടാക്സേഷൻ പോളിസി, നമ്മളിപ്പം GST കാര്യം പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ്, ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ വൾണറബിൾ സെക്ഷൻസിനൊക്കെ തന്നെ സർക്കാർ കൃത്യമായിട്ടും പോളിസികൾ ഫോം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് അഡ്രസ്സ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇൻകം ഇൻഇക്വാലിറ്റി ആയാലും വെൽത്ത് ഇൻഇക്വാലിറ്റി ആയാലും അതിരൂക്ഷമായിട്ട് പ്രകടമാകുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ന്യൂട്രീഷന്റെ കാര്യത്തിലും ഹെൽത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജെൻഡർ ബേസ് ഇൻഇക്വാലിറ്റി ഒക്കെ തന്നെ വളരെയധികം രീതിയിൽ നമ്മുടെ രാജ്യത്ത് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ പറയുന്നുണ്ട് 2047 ഇന്ത്യക്ക് ഡെവലപ്ഡ് കൺട്രി ആകണമെന്നുള്ളത്. പക്ഷേ ഈ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ 2047 ഡെവലപ്ഡ് കൺട്രി ആകാനായിട്ട് നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കി വേണം ഗവൺമെന്റ് കൃത്യമായിട്ടും പോളിസീസ് ഫോം ഔട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഡീനൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.